ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്സുകളെ കുറിച്ചാണ് കേട്ടോ. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 കാണാത്തവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഇത് കാണാം. അങ്ങനെയാകുമ്പോൾ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ തന്നെ എളുപ്പം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ് ഫസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. Accounting period refers to the span of time at the end of which the financial statement of the enterprises are prepared. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ടിങ് പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? സ്പാൻ ഓഫ് ടൈമാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് എത്ര നാൾ മുതൽ എത്ര നാൾ, ഇപ്പോൾ 1 ഇയർ ആണെങ്കിൽ 1 ഇയർ, ഇപ്പോൾ ഏപ്രിൽ 1 ടു മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ് പീരീഡ്. ആ ഇതിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ ടൈം വരെയുള്ള അതാണ് സ്പാൻ ഓഫ് ടൈം ഓഫ് ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ടൈം മുതൽ ആ ടൈം വരെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ വെദർ ഇറ്റ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻകേർഡ് ലോസസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ആൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് അസറ്റ് ആൻഡ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ്. ശരിക്കും നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇറ്റ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തിരിക്കുന്നത് ആ പർട്ടിക്കുലർ പീരീഡിൽ, ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരെ. ഇപ്പോൾ 1 ഇയർ ജനുവരി തൊട്ടാണെങ്കിൽ ഡിസംബർ വരെ, ആ ടൈം പീരീഡിൽ എത്രമാത്രം എമൗണ്ടാണ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റിലി ആണോ നമ്മൾ ഇത് പോകുന്നത്, അതോ ലോസ് ആണോ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അസറ്റ് ആൻഡ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് എക്സാക്ട്ലി ദ പൊസിഷൻ, അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും പൊസിഷൻ അറിയാനും കൂടിയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ലയബിലിറ്റി സൈഡാണോ അസറ്റ് സൈഡാണോ, ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? പൊസിഷൻ അറിയാൻ വേണ്ടി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ സ്ഥാപനത്തിൻ്റെ പൊസിഷൻ അറിയാം. എത്ര പീരീഡിൽ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നത്, അസറ്റാണോ ലയബിലിറ്റി ആണോ കൂടുതൽ എന്ന് മനസ്സിലാക്കുക എന്നതാണ് ആ പീരീഡിൽ നമ്മൾ അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. Such information is required by different users at regular interval for various purposes, and as no firm can wait for long time to know its financial result, as various decisions are to be taken at regular interval on the basis of such information. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക റെഗുലർ പീരീഡ് എന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്ന ഇയർ ഇന്ന ടൈം തൊട്ട് ഇന്ന മാസം വരെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ, ഒരു റെഗുലർ ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അങ്ങനെ ഒരു റെഗുലർ പീരീഡിൽ ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരിക്കലും ഒരു ഫെയിമും ലോങ് ടൈമിലേക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് വച്ചുകൊണ്ടിരിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഡിസിഷൻസ് എടുക്കുന്നത്, അതായത് റെഗുലർ ഇൻ്റർവെല്ലിൽ ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഡിസിഷൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടത്, അതായത് നല്ല രീതിയിലല്ല പോകുന്നതെങ്കിൽ ഡിസിഷൻ അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കണം. കാര്യങ്ങൾക്കെല്ലാം ഈ ഫിനാൻഷ്യൽ പൊസിഷൻ ഈ പർട്ടിക്കുലർ പീരീഡിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. Then financial statement are therefore prepared at regular interval, normally after a period 1 year, so that timely information is made available to the users. This interval of this time is called accounting period. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ്റർവെൽ, നോർമലി 1 ഇയർ ആഫ്റ്റർ ഒരു പർട്ടിക്കുലർ പീരീഡ് 1 ഇയർ ആയിരിക്കും, ചിലപ്പോൾ 6 മന്ത്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം ഉണ്ടാവും. ആ ടൈമിനുള്ളിൽ പ്രിപ്പയർ ചെയ്യും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. ആ പർട്ടിക്കുലർ പീരീഡിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിൽ വരുന്ന അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പീരീഡാണ്. അതായത് 6 മാസം ആണെങ്കിൽ 6 മാസം, അല്ലെങ്കിൽ 1 ഇയർ ആണെങ്കിൽ 1 ഇയർ, ആ പറയുന്നതിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് കൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് ഓൾ ദ അസറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ പർച്ചേസ് പ്രൈസ്, വിച്ച് ഇൻക്ലൂഡഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ ആൻഡ് മേക്കിംഗ് ദ അസറ്റ് റെഡി ടു യൂസ്. കോസ്റ്റ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ്സിൽ നമ്മൾ എന്തായിരിക്കും കാണിക്കുന്നത്? ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയായിരിക്കും? പർച്ചേസ് പ്രൈസ് എന്തൊക്കെയാണ്? നമ്മളൊരു അസറ്റ്
പർച്ചേസ് ചെയ്തതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ അസറ്റ് പർച്ചേസിൽ നമ്മൾ ഉൾപ്പെടുത്തും. ആ അസറ്റ് പർച്ചേസ് ചെയ്ത എമൗണ്ട്, ആ പർച്ചേസ് ചെയ്ത അസറ്റ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ, അത് ഫിറ്റിങ്ങോ കാര്യങ്ങളോ മെഷീനറി എന്തെങ്കിലും ആണെങ്കിൽ ഇൻസ്റ്റാളേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അങ്ങനെ തൊട്ട് എല്ലാ കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അസറ്റ് പർച്ചേസ് എന്നും പറഞ്ഞ് ഇത്ര എമൗണ്ട് എഴുതുന്നത് അല്ലേ. ദ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആസ് ഇറ്റ്സ് സംതിങ് which has been paid on the date of acquisition and does not change year after year. എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്? എന്താണ്, നമ്മളെപ്പോഴും എങ്ങനെയാണ് കോസ്റ്റ്, ഇത്ര കോസ്റ്റ്, അസറ്റ് പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് എഴുതി നാം പറഞ്ഞു, എല്ലാ എക്സ്പെൻസസും ഇൻകേർഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്നാൽ ഇയർ ആഫ്റ്റർ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത്ര എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസറ്റ് വാല്യൂ ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ആയിരിക്കുമോ? ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കൂടി 10 ലക്ഷം രൂപയുടെ ഒരു സാധനം അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിന് ശേഷം നമുക്ക് ആ 10 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? തേയ്മാനം, ഡിപ്രീസിയേഷനും കാര്യങ്ങളും എല്ലാം സംഭവിച്ച് അതിൻ്റെ വാല്യൂ കുറയുന്നു. അതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ വരുന്നത്. കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ഇയർ കഴിയുന്തോറും ആ എമൗണ്ടിൽ ചേഞ്ച് വരും അല്ലേ. ഹിസ്റ്റോറിക്കൽ എന്താണ്, ഇയർ ആഫ്റ്റർ ഇയറിലേക്ക് പോകുന്തോറും തേയ്മാനം കൊണ്ടും മറ്റു കാര്യങ്ങളും കൊണ്ടും അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കും? അന്ന് പർച്ചേസ് ചെയ്ത എമൗണ്ടിലായിരിക്കില്ല, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ള അസ്യൂം ചെയ്ത് പ്രകാരമാണ്. അതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ വരുന്നത്. ചെലവിൻ്റെ ഇത് പറയുന്നത്, ചെലവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ വരുന്ന ഇതാണ് പറഞ്ഞത്. അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ വരുന്ന എന്താണ് എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കൂട്ടിയാണ് അസറ്റ് പർച്ചേസ് എഴുതുന്നത്. എന്നാൽ അത് വാല്യൂ ചെയ്യുന്ന ടൈമിൽ അക്കൗണ്ടിങ് അവസാനം നമ്മൾ അത് വാല്യൂ ചെയ്യുന്ന ടൈമിൽ ഒരു 5 വർഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ള തേയ്മാനവും ഡിപ്രീസിയേഷനും മറ്റ് കാര്യങ്ങളെല്ലാം കുറച്ചതിന് ശേഷം മാത്രമാണ് നമ്മളതിൻ്റെ വാല്യൂ ചെയ്യുള്ളൂ. ആ കോസ്റ്റ്, ആദ്യം വന്ന കോസ്റ്റ്, ഇപ്പോൾ 10 ലക്ഷം രൂപ കോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻഡിൽ നമ്മൾ ആ 10 ലക്ഷം രൂപ എടുത്ത് ചെയ്യില്ല. അതാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ സിമ്പിളി പറയുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് വരുന്നത് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റാണ്. Dual aspect concept പ്രകാരം dual aspect is the foundation or basic principle of accounting. It provides a very basis for recording business transaction into the book of accounts. എന്താണ് പറയുന്നത്? ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷൻ തന്നെ എന്താണ്? ഡുവൽ ആസ്പെക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് എ വെരി ബേസിസ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഏറ്റവും ബേസ് ആയിട്ട്, അതായത് ബുക്ക് ഓഫ് അക്കൗണ്ട്സിലേക്ക്, അക്കൗണ്ട്സ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ്? ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ഡുവൽ ഓർ two-fold effect and should therefore be recorded at two places. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കൺസെപ്റ്റ് പ്രകാരം എവറി ട്രാൻസാക്ഷൻ, ഏതൊരു ട്രാൻസാക്ഷനും ഡുവൽ വശമുണ്ട്, അത് two-fold എഫക്റ്റ് ഉണ്ട്. ആൻഡ് ഷുഡ് therefore be recorded at two places. 2 places ഉണ്ടാവും. എന്താണ് അതിനകത്ത് ബേസിക്കായിട്ട് ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്? ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ്. ക്രെഡിറ്റിന് ആസ്പദമായിട്ടുള്ള ഡെബിറ്റ് ഉണ്ടാവും, ഡെബിറ്റിന് ആസ്പദമായിട്ടുള്ള ക്രെഡിറ്റ്. അതാണ് 2 ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. In other words, at least 2 accounts will be involved in the recording a transaction. This can be explained with the help of an example. എന്താണ് പറഞ്ഞത്? മറ്റു രീതിയിൽ പറഞ്ഞാൽ എന്താ? അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ് ഉണ്ടാവും. ഏതൊരു റെക്കോർഡിങ്ങിനാണെങ്കിലും ഏതൊരു ട്രാൻസാക്ഷനാണെങ്കിലും 2 റെക്കോർഡ്സ് ഉണ്ടാവും എന്നാണ്, 2 അക്കൗണ്ട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. This can be explained with the help of ഒരു example. Ram started a business by investing sum of 50 lakh rupees. The amount of money brought in by Ram will result in an increase in the asset cash of business by rupees 50 lakh. At the same time, the owner's equity or capital will be also increased by an equal amount. It may be seen that the 2 items that got affected by the transaction are cash and capital account. എന്താ പറഞ്ഞേ? എന്താ 50 ലക്ഷം രൂപ റാം
സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ക്യാപിറ്റൽ 50 ലക്ഷം എന്ന് പറയുന്നത് എന്താണ് എന്താണ് കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ് അസറ്റ് ക്യാഷായിട്ട് വന്നു. എന്താ ക്യാപിറ്റൽ വന്നു, അതൊരു സൈഡാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ വിൽ ബി ഓൾസോ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് മേ ബി സീൻ ടു ഐറ്റംസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു പറയാൻ കാരണം എന്താ ക്യാഷായിട്ടാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. റിസൾട്ട് ഇൻക്രീസ് ദ അസറ്റ് ക്യാഷ് ഓഫ് ബിസിനസ്സിലെ ക്യാഷ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം, മൂലധനം ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ എന്നാ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ക്യാഷായിട്ടാണ് വന്നത് അല്ലേ. ക്യാഷ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. 2 സൈഡ് ഓഫ് എഫക്റ്റാണ് നമുക്കവിടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചാണെങ്കിലും ഡുവൽ ആസ്പെക്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് അപ്പോൾ അതേ നമ്മൾ പറഞ്ഞു എന്താ അതിൽ സിമ്പിളായിട്ട് ഒന്നും പറയാം. അപ്പോൾ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തു. റാം പർച്ചേസ് ഫർണിച്ചർ ഫ്രം ബിയിൽ നിന്ന് രാം പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ റാമിലേക്ക് അത് വന്നു. റാമിൽ എന്ത് ചെയ്യണത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. റാമിൽ നിന്ന് എന്ത് പോയി ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്യുമെങ്കിൽ ക്യാഷ് പോയി, അതെന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ആരുടെയിൽ ബിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ 2 ആസ്പെക്ട്സ് ഓഫ് വന്നില്ലേ, ഒരു ക്രെഡിറ്റും ഒരു ഡെബിറ്റും അവിടെ വന്നു. അതാണ് പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനെ സംബന്ധിച്ച് എന്താണ് ഡുവൽ ആസ്പെക്ട്സ് ആണുള്ളത്. ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് അക്കൗണ്ട്സിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡുവൽ ആസ്പെക്ട്സ് ആണുള്ളത്. 2 വശങ്ങളാണുള്ളത്, ഒരു 2 എഫക്റ്റ് ആണുള്ളത്. ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിനാസ്പദമായിട്ടുള്ളൊരു ഡെബിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിനാസ്പദമായിട്ടുള്ള ക്രെഡിറ്റും ഉണ്ടായിരിക്കണം. അതാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 3 കൺസെപ്റ്റോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാലൻസ് ഉള്ള കൺസെപ്റ്റുകളെല്ലാം അടുത്ത വീഡിയോസിൽ അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒരു എനേബിളായിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്, ടൈമിൽ തന്നെ എത്തുന്നതാണ്. Thanks for watching. Love you all.